السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സർവധന്യരായ ഉസ്താദുമാർ, സ്നേഹധന്യരായ മുതഅല്ലിം സുഹൃത്തുക്കൾ, സ്വർഗവസന്തം പൂത്തുലർന്ന ഈ കലാവേദിയിൽ ഖുർആൻ മനുഷ്യകുലത്തെ വഴികാട്ടുന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുമായി സംസാരിക്കാൻ സാധിച്ചതിൽ ഈ വിനീതനേറെ സന്തുഷ്ടരാണ്. അതിനെ തുണച്ച് ലോകരക്ഷിതാവായ അല്ലാഹുവിനെ സർവസ്തുതി നേടുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റാപ്പകൽ കൊള്ളയടിച്ചും കല്ലുകുടിച്ചും കൂത്താണ്ട് നടന്നിരുന്ന ഒരു യുവാവ് ഒരു ദിവസം രാത്രിയുടെ കുരിരൊട്ടിൽ വ്യഭിചരിക്കാൻ വേണ്ടി തന്റെ കാമുകിയുടെ സമീപത്തേക്ക് പ്രവേശിക്കാൻ തുനിയവേ പെട്ടെന്ന് ഒരു മനോഹരമായ സംഗീതം അവന്റെ ശ്രവണപുടങ്ങളിൽ അലയടിച്ചു. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്ത് ഹൃദയങ്ങളെ ഭയപ്പെടാൻ വിശ്വാസികൾക്ക് ഇനിയും നേരമായിട്ടില്ലേ എന്ന് അർത്ഥഗർഭമായ ഖുർആനിക സൂക്തം ഹൃദയന്തരങ്ങളിൽ ആയി നിറഞ്ഞ ആ യുവാവ് പ്രഖ്യാപിച്ചു. യാ റബ്ബ് ഫഖദ് ആൻ. നാദാ, നിന്നിലേക്ക് മടങ്ങാൻ എനിക്ക് സമയമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേർവഴിയിലേക്ക് തിരിഞ്ഞു നടന്ന ആ യുവാവിനെ പിൽക്കാലത്തേക്ക് ലോകം വിളിച്ചത് ഔലിയാക്കളുടെ സുൽത്താൻ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. വഴികാട്ടാൻ ഖുർആന്റെ വിഷയം ആരംഭിക്കാൻ ഉചിതമായതും ഇവിടെ തന്നെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ധാർമ്മികതത്തിനും സ്ത്രീത്വത്തിനും പുല്ലുവിലയും കൽപ്പിക്കാത്ത ഒരു ഇരുണ്ട ജനതയെ അന്ത്യവിശ്വാസത്തിൽ നിന്ന് സത്യവിശ്വാസത്തിലേക്കും അനാചാരത്തിന്റെ തടവറിൽ നിന്ന് സദാചാരത്തിന്റെ മലർപ്പണിയിലേക്കും വഴികാട്ടിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ത്രിവാസ് മേഡ് അറബ് ലൈഫ് പെർഫെക്റ്റ്. കല്ലുകുടിയും പെണ്ണുപിടിയും അടിപ്പിടിയും കൊണ്ട് ദുഷ്ടരായ ഒരു കൂട്ടാള സമൂഹത്തേക്ക് വിശ്വകാല അളവിനുള്ളിൽ സംസ്കരിച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രം അവകാശപ്പെട്ടതാണ്. ഖുർആൻ കേവലം പരലോകമോക്ഷത്തിനുള്ള മറന്ത് മാത്രമല്ല. ആരോപിക്കുന്നവരുണ്ടോ? എന്നാൽ അറിയുക, അന്ത്യമായ ഭൗതികമായ വാദങ്ങൾക്കും ആത്മമായ വാദങ്ങൾക്കപ്പുറം യലോക വിജയത്തിനും പാരത്രിക മോക്ഷത്തിനും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഖുർആൻ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നാടിനെ മയക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി മരുന്നുകളോടും നൂറ്റാണ്ടുകൾക്കും വാറിടുതാണെന്ന പ്രഖ്യാപനം അത് ഖുർആൻ അല്ലാതെ മറ്റൊന്നിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ഖുർആനിൽ വിശേഷിപ്പിച്ചത് ഹുദൽ ലിന്നാസ്. ഇത് കേവലം വിശ്വാസിക്ക് മാത്രമല്ല, വേദകർക്ക് മാത്രമല്ല, മറിച്ച് സർവ്വജാതി മതവിധങ്ങൾക്കും ഖുർആൻ വഴികാട്ടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മതനിയമങ്ങൾക്കപ്പുറം ആ മാനുഷിക മൂല്യത്തിനും ഖുർആൻ പ്രാമുഖ്യം നൽകിയത്. യാ അയ്യുഹന്നാസ്, സംബോധനങ്ങളും അശ്റൂന ബിൽ മഅറൂഫ് പോലെയുള്ള സാമൂഹിക സമുദ്രത്വം ഖുർആൻ എന്ന് വഴികാട്ടി അഭിമുഖീകരിക്കുന്നത്. സർവ്വതരങ്ങളെയും ആനന്ദിലേക്കാണ് വിരോധിച്ചു വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടാണല്ലോ മദീനയും ബഗ്ദാദും സ്പെയിനിന്റെ മണ്ണിൽ നിസ്കാരം സമ്പന്നരായി ചുരുക്കത്തിൽ ഒരു വ്യക്തിയിലും ഒരു സമൂഹത്തിലും ഒതുങ്ങുന്നതിന് പകരം അഖിലമാണ് വംശിക്കുമുള്ള വഴികാട്ടി എന്ന് ഖുർആൻ അവതരിപ്പിച്ചത്. ആ അത്തരത്തിലുള്ള ഖുർആന്റെ ആശയം ആദർശം ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിലേക്ക് വിടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.